نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ? മാത്സിന്റെ പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾ കുഴങ്ങിയോ എന്നൊക്കെ പറയാൻ എന്താ? മാത്സ് വളരെ ഈസി അല്ലേ? ഇല്ലേ മാത്സ് ഈസി ആയിരുന്നു. വളരെ കുഴപ്പം പിടിച്ച ചോദ്യങ്ങൾ കാര്യങ്ങളൊന്നും മാത്സിൽ വന്നിട്ടൊന്നുമില്ല. വളരെ ഈസിയുള്ള ചോദ്യ പേപ്പർ തന്നെയായിരുന്നു മാത്സിൽ വന്നത് അല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ മാത്സിന്റെ ചോദ്യ പേപ്പർ നമ്മൾ നോക്കാൻ പോവാണ്. നിങ്ങൾ റെഡിയാണോ? നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എന്താണ് നമ്മൾ പറയുന്ന കാര്യം? നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഒരു ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക കേട്ടോ. ലൈക്ക് ഒന്നും ഇടാൻ മറന്നുകൊണ്ട്, ലൈക്ക് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, റെഡി? അപ്പോൾ നമ്മൾ നേരെ പോവാണ്. ആക്ടിവിറ്റി 1 കലോത്സവമാണ്. നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ LP, UP, HS ആൻഡ് HSS സെക്ഷൻസ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ എന്താണ് ചന്ദ്രഗിരി സബ് ഡിസ്ട്രിക്ട് കലോത്സവം ഫോർ 3 days ആർ ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു സബ് ജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലേ അതിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ചന്ദ്രഗിരി സബ് ജില്ല അല്ലേ? അത് എവിടെയാണാവോ നിങ്ങളുടെ നാട്ടിലെങ്ങാനാണ് അവിടെ? ഓക്കെ, റെഡി. അപ്പോൾ LP സെക്ഷനിൽ എത്ര കുട്ടികളാണ് പങ്കെടുത്തത്? 2318. അതേപോലെ തന്നെ UP സെക്ഷനിൽ പങ്കെടുത്തത് 1980 കുട്ടികളാണ്. HSലും HSSലും പങ്കെടുത്തത് 2050 കുട്ടികളാണ് അല്ലേ? അപ്പോൾ ഈ നമ്പറുകൾ നന്നായിട്ട് നോക്കുക. ഈ നമ്പർ കൊണ്ടാണ് ഇനി കളി വരാനുള്ളത് അല്ലേ? ഓക്കെ, റെഡി. അടുത്തത് നോക്കുക. ഹൗ മെനി മോർ ചിൽഡ്രൻ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ LP സെക്ഷൻ ദാൻ ഇൻ ദ UP സെക്ഷൻ? അതേതാ വരുന്നത്? 338 ആൻസർ വരുന്നത് അല്ലേ? അതേപോലെ തന്നെ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ കലോത്സവം അല്ലേ? കലോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾ മൊത്തം കൂട്ടി നോക്കുക, അത്രയേ ഉള്ളൂ. അത്ര വലിയ പണിയൊന്നുമില്ല അല്ലേ? 6348 എന്ന് എന്ത് ചെയ്യുന്നു? ആൻസർ വരുന്നു. അത് കഴിഞ്ഞ് ആസ് പാർട്ട് ഓഫ് ഗ്രീൻ പ്രോട്ടോകോൾ 2250 സ്റ്റീൽ ഗ്ലാസസ് were brought to the mess hall അല്ലേ? The rent for each glass for 3 days is 3 rupees. What is the total rent to be paid അല്ലേ? അപ്പോൾ ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം 2250 ഗ്ലാസ് ആണ് വാങ്ങിയത്. 3 രൂപയാണ് എന്ത് അതിൻ്റെ റെന്റ്. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് എത്ര പൈസയാണ് റെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക? എത്ര പൈസയാണ്? 6750 അത് കഴിഞ്ഞ് മാത്തമാറ്റിക്സ് ഫെയർ ആണ് ഇവിടെ നമ്മളോട് വന്നിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു പാറ്റേൺ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പാറ്റേൺ എല്ലാ പരീക്ഷയ്ക്കും വരുന്ന മക്കളെ, പാറ്റേൺ എന്തായാലും വരുന്ന ഒരു സാധനം. നിങ്ങൾ ചോദ്യ പേപ്പർ എടുത്ത് നോക്ക്, എല്ലാ പരീക്ഷയിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പാറ്റേൺ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാറ്റേൺ വരും എന്നുള്ളത് അല്ലേ? അനു ഈസ് പ്രിപ്പയറിംഗ് നമ്പർ ചാർട്ട് ഫോർ ദ സ്കൂൾ മാത്തമാറ്റിക്സ് ഫെയർ. കംപ്ലീറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ആണ് അല്ലേ? 3225, 4325, 5425. ഇപ്പൊ തന്നെ നമുക്ക് ആ ഒരു സംഖ്യകൾ തമ്മിലുള്ള എന്താണ് ആ ഒരു സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? അടുത്തത് നമുക്ക് എഴുതി കൊടുക്കാം. 6525. നെക്സ്റ്റ് ഏതാ വരിക? 7625 അല്ലേ? അടുത്തത് നോക്കൂ. 1300, 2600 അല്ലേ? 1300, 2600. അടുത്തതോ 3900. അടുത്തതോ 5200. പിന്നെ ഏത് വരും? 6500 അല്ലേ? ഇനി അടുത്തത് നോക്കൂ. 5555, 5666, 5777, 5888, 5999. ഇതൊന്നും തെറ്റാ വലിയ സംഭവം ഒന്നല്ല, ഈസിയാണ് അല്ലേ? ദെൻ പിക്ചർ പാറ്റേൺ പ്രസന്റഡ് ഇൻ ദ സ്കൂൾ മാത്തമാറ്റിക്സ് ഫെയർ ഈസ് ഗിവൺ ബിലോ. ഡ്രോ ദ നെക്സ്റ്റ് പിക്ചർ അല്ലേ? നെക്സ്റ്റ് പിക്ചർ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ആൻസർ നമ്മൾ ചെയ്യുന്നത് അല്ലേ? അത് കഴിഞ്ഞ് അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. ഒരു കറണ്ട് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ? ഇതേപോലെയുള്ള സാധനങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു. കറണ്ട് ബില്ലിൻ്റെ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പാല് കൊണ്ടുപോകുന്നതിന്റെ പറ്റി ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലേ? അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ ആണ് അല്ലേ? ഇതേപോലെയുള്ള കംപ്ലീറ്റ് ദ ടേബിൾ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അധികവും പരീക്ഷയ്ക്ക് വരുന്നതാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്കും ഇതേപോലെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആസ് പാർട്ട് ഓഫ് ദ സയൻസ് പ്രോജക്ട് ദ ചിൽഡ്രൻ ഓഫ് നിലവൂർ UP സ്കൂൾ വിസിറ്റഡ് ദ നിയർ ബൈ ഹൗസസ്. ദേ കളക്റ്റഡ് ഇലക്ട്രിസിറ്റി മീറ്റർ റീഡിങ്സ് ഫോർ ദ മന്ത്സ് ഓഫ് ജൂൺ ആൻഡ് ആഗസ്റ്റ് അല്ലേ? അപ്പോൾ അവർ ഒരു ഫെയറിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു?
ഒരു സംഭവം ചെയ്തു അല്ലേ. അപ്പോൾ അവരെന്താ ചെയ്തത്, കളക്ട് ചെയ്തതാണ്. അവർ വീട്ടുകളിലുള്ള ഇലക്ട്രിസിറ്റി ബില്ല് ഏത് മാസത്തത്, ജൂൺ ആഗസ്റ്റ് മാസത്ത് കളക്ട് ചെയ്തു. അതേപോലെ തന്നെ ദ മീറ്റർ റീഡിങ്സ് ആർ ഗിവൺ ബിലോ. ആ മീറ്റർ റീഡിങ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ടേബിൾ, നെയിം ഓഫ് ദ ഹൗസ് ഹോൾഡറുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. ജൂൺ ആഗസ്റ്റിലെ മീറ്റർ റീഡിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി കൺസ്യൂംഡ് ആണ് അല്ലേ, 1084, 1232 അല്ലേ, 148 എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതോ 1135, 1310, 175 അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് 1184, 1352 ആണ്. അവിടെ യൂണിറ്റ് വരുന്നത് എത്രയാ, 168 ആണ് വരുന്നത്. ഇനിയോ 1221, 1379, ആൻസർ വരുന്നത് 158 ആണ്. അതേപോലെ തന്നെ 1199, 1327 അത് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, 128 അല്ലേ. ഇൻ ഹൂസ് ഹൗസ് ഈസ് മോർ ഇലക്ട്രിസിറ്റി കൺസ്യൂംഡ്. അപ്പം നമ്മളിവിടെ നോക്കുക, ഏറ്റവും കൂടുതൽ ആരുടേതാണ്, ജയശ്രീയുടേതാണ്. എത്രയാണ്, 175 ആണ്. ഇലക്ട്രിസിറ്റി ചാർജ് പെർ യൂണിറ്റ് ഈസ് 6 rupees, 6 രൂപയാണ് ചാർജ് അല്ലേ. വാട്ട് വിൽ ബി ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഫോർ ഇലക്ട്രിസിറ്റി ഇൻ ഷാജീസ് ഹൗസ്. ഷാജിന്റെ വീട്ടിൽ എത്ര രൂപയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ 128 എന്ന് പറയുന്ന യൂണിറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, 6 കൊണ്ട് നമ്മൾ ഗുണിച്ച് നോക്കുകയാണ്. ഗുണിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിന് ഉത്തരം വരും 768. ഇനി അടുത്തത് ബർത്ത്ഡേ കലണ്ടറാണ്. കലണ്ടറിന്റെ ചോദ്യമാണ് വന്നിരിക്കുന്നത്. എ പാർട്ട് ഓഫ് ദ കാലണ്ടർ for the month of October 2023 is given below. Complete the missing dates in the calendar. നമ്മളോട് മിസ്സിംഗ് ഡേറ്റ്സ് കാണാൻ വേണ്ടി പറയാണ്. കാലണ്ടറിലുള്ള മിസ്സിംഗ് ഡേറ്റ്സ് കാണാൻ വേണ്ടി പറയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഓൾറെഡി 26 ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 26 കൊടുത്തു കഴിഞ്ഞാൽ 26ന്റെ തൊട്ടപ്പുറത്തുള്ളത് 27 ആദ്യം എഴുതാം, തൊട്ടിപ്പുറത്തുള്ള 25 നമുക്ക് ആദ്യം എഴുതാം അല്ലേ. അപ്പോൾ അതിന്റെ മുകളിലുള്ളതും അതേപോലെ തന്നെ ഒരു പാറ്റേൺ രൂപത്തിലാണ് അത് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കാം 11, 12, 13, പിന്നെ വരുന്നത് 18, 19, 20, പിന്നെ വരുന്നത് 25, 27 ഓൾറെഡി നമുക്ക് ആദ്യം കിട്ടിയതാണ് അല്ലേ. അത് അടുത്ത ചോദ്യം. October 2 ഈസ് മൺഡേ. ഒക്ടോബർ 2 എന്ന് പറയുന്നത് മൺഡേ ആണ്. ഇന്ദുസ് ബർത്ത്ഡേ ഈസ് 25/10/2023 വിച്ച് ഡേ ഈസ് ഹെർ ബർത്ത്ഡേ. ഏത് ദിവസമാണ് അവരുടെ ബർത്ത്ഡേ എന്നാണ് ചോദിച്ചത്. അത് നമുക്ക് എഴുതി കൊടുക്കാം, വെനസ്ഡേ ആണ്. ദ സെക്കൻഡ് സാറ്റർഡേ ഓഫ് നവംബർ 2023 ഈസ് റാഫീസ് ബർത്ത്ഡേ. റാഫിന്റെ ബർത്ത്ഡേ ആണ് 2 നവംബറിന് അല്ലേ. ഫൈൻഡ് ദ ഡേറ്റ്. ആ ഡേറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. നവംബർ 11. അതേപോലെ തന്നെ അടുത്തൊരു ചോദ്യം, ആക്ടിവിറ്റി 5ലേക്ക് നമ്മൾ കിടക്കുകയാണ്. കുറുവിപ്പാളം ഗവൺമെന്റ് LP സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു ഡെക്കറേറ്റ് ദ റെക്ടാങ്കുലർ ഷേപ്ഡ് പ്രീ പ്രൈമറി ബിൽഡിംഗ് ഫോർ ദ ഇനോഗ്രേഷൻ ഓഫ് വർണ്ണക്കൂടാരം പ്രൊജക്ട്. ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് LED ബൾബ് ചെയിൻ ഈസ് റിക്വയർഡ് ടു decorate the rectangular shaped building having length of 84 meters and breadth of 56 meter. അപ്പോൾ നമുക്കിത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ ഒരു പെരിമീറ്റർ കാണുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ ഒരു സാധനത്തിൽ നമ്മൾ കഴിഞ്ഞ പരീക്ഷയിലും ഈ ഒരു സംഭവം വന്നിട്ടുണ്ട്. കഴിഞ്ഞ പരീക്ഷ എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മുടെ ഒരു ഇതിനെ പറ്റിയിട്ടായിരുന്നു വന്നിട്ടുള്ളത്. ഏതെന്നറിയോ, ഒരു പിന്നെ വേലിയൊക്കെ, ഒരു ഫെൻസ് ഉണ്ടല്ലോ, ഫെൻസിന്റെ പെരിമീറ്റർ കാണുന്നതൊക്കെ കഴിഞ്ഞ ചോദ്യത്തിൽ വന്നത് അതേപോലെയുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെത് വരുന്നത് 280 മീറ്റർ ആണ് കേട്ടോ. അത് കഴിഞ്ഞ് ദ റെന്റ് ഫോർ 1 meter LED ബൾബ് ചെയിൻ ഇൻ 30 rupees, 30 രൂപയാണ് വരുന്നത്. വാട്ട് വിൽ ബി ദ ടോട്ടൽ റെന്റ് പെയ്ഡ്. 30 രൂപയാവുമ്പോൾ എത്ര രൂപ കൊടുത്തു എന്നാണ് വരുന്നത്. അപ്പോൾ 280 ആണ് മീറ്റർ അല്ലേ. അപ്പോൾ 30 രൂപ അതിനെ നമ്മൾ ഇൻറ്റു ചെയ്യുന്നു. അതിന് ആൻസർ ആയിട്ട് നമുക്ക് 8400 എന്ന് കിട്ടുന്നു അല്ലേ. ദ ന്യൂലി കൺസ്ട്രക്റ്റഡ് പാർക്ക് ഫോർ ദ പ്രീ പ്രൈമറി സെക്ഷൻ ഈ സ്ക്വയർ ഇൻ ഷേപ്പ് അല്ലേ, സ്ക്വയർ ഷേപ്പിലാണുള്ളത്. ദ ലെങ്ത് ഓഫ് എ സൈഡ് ഈസ് 21 മീറ്റർ അല്ലേ. അതിൻ്റെ ലെങ്ത് എന്താണ്, 21 മീറ്റർ ആണ്. ഹൗ മെനി മീറ്റർ റിബൺ ഈസ് നീഡഡ് ടു ടൈ അറൗണ്ട് ദ പാർക്ക്. അപ്പം നമുക്കറിയാം സ്ക്വയറിന് എത്ര ഭാഗങ്ങളാണുള്ളത്, എത്ര വശങ്ങളാണുള്ളത്, 4 വശങ്ങളാണ് നമുക്ക് സ്ക്വയറിനുള്ളത് അല്ലേ. അപ്പോൾ എത്ര മീറ്റർ വേണമെന്നുള്ളത്, 1 മീറ്ററിൻ്റെ അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, 21 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളത് 21ന് 4 കൊണ്ട് ഗുണിച്ച് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 84 എന്ന് നമുക്കവിടെ കിട്ടും അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തതിലേക്ക് പോവാണ്, ട്രെയിൻ ജേർണിയിലേക്ക് നമ്മൾ പോവാണ്. സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ സ്റ്റാർട്ടഡ് ഇറ്റ്സ് ജേർണി ഫ്രം തിരുവനന്തപുരം അറ്റ് 16 hours അല്ലേ. ഓക്കെ, ആഫ്റ്റർ ട്രാവലിംഗ് ഫോർ 7 hours 7 hours and 10 minutes ഇറ്റ് റീച്ച്ഡ് കാസർഗോഡ്. ഓക്കെ, റെഡി. At what time did the train reach കാസർഗോഡ്? കാസർഗോഡിലേക്ക് ട്രെയിന് എപ്പോഴാണ് ട്രെയിൻ എത്തുക? ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതി കൊടുക്കാം, നൈറ്റ് 11
10-നാണ് എത്തുന്നത് അല്ലേ, 23:10 മാവേലി എക്സ്പ്രസ് ഡിപ്പാർട്ടഡ് ഫ്രം തിരുവനന്തപുരം അറ്റ് 19:25 ആൻഡ് റീച്ച്ഡ് കാസർഗോഡ് ദ നെക്സ്റ്റ് ഡേ മോർണിംഗ് അറ്റ് 6:40. വാട്ട് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് ദ ജേർണി? ഡ്യൂറേഷൻ ഓഫ് ദ ജേർണി നമുക്ക് നോക്കാം. അത് അല്ലേ 19:25 മുതൽ 6:40 വരെയാണ്, 11 മണിക്കൂറും 15 മിനിറ്റുമാണ് അല്ലേ. വിച്ച് ട്രെയിൻ റീച്ച്ഡ് കാസർഗോഡ് ടേക്കിംഗ് ലെസ് ടൈം? വാട്ട് ഈസ് ദ ടൈം ഡിഫറൻസ്? അപ്പോൾ ഏത് ട്രെയിനാണ് ചുരുങ്ങിയ സമയം കൊണ്ട് കാസർഗോഡ് എത്തുന്നതെന്നാണ് ചോദിച്ചത്. സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ്, 4 മണിക്കൂറും 5 മിനിറ്റുമാണ്. അപ്പോൾ പൊതുവേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നിരിക്കുന്ന ചോദ്യങ്ങളെ പോലെയുള്ള ആ ഒരു ചോദ്യങ്ങൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റിയിട്ടുള്ള ചെറിയ ചോദ്യങ്ങൾ, പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. പ്രധാനമായിട്ടും ചോദ്യപേപ്പറിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും, കലണ്ടർ ആണെങ്കിലും ടൈം ആണെങ്കിലും പെരിമീറ്റർ കാണാനാണെങ്കിലും അങ്ങനെയുള്ള, അതേപോലെ തന്നെ ലോങ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞ കൂട്ടാനും കുണിക്കാനും അരിക്കാനും ഒക്കെ ഒരു ചോദ്യത്തിൽ നിന്ന് വരും എന്ന് പറഞ്ഞില്ലേ, അതേപോലെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെയുള്ള ആ ഒരു രീതി തന്നെയാണ് ഈ പ്രാവശ്യവും പിന്നെ സ്വീകരിച്ചിട്ടുള്ളത്. എന്ത് തന്നെയായാലും ഈ ഒരു പരീക്ഷ വളരെ എളുപ്പമുള്ള പരീക്ഷയായിരുന്നു. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാളത്തെ പരീക്ഷയും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, സി യു.